മഹേഷും ചിപ്പിയും ഇഷതയെ കാത്തിരിക്കുകയാണ്. താനിന്ന് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെയാണ് കിടക്കുന്നതെന്ന് ചിപ്പി അവരോട് പറയുന്നു. അങ്ങനെ 3 പേരും കൂടി കിടന്നുറങ്ങാൻ തയ്യാറാകുന്നു. അമ്മയ്ക്കും അച്ഛനും നടുവിലാണ് ചിപ്പി കിടക്കുന്നത്. തന്നെ കെട്ടിപ്പിടിക്കാൻ അവൾ അവരോട് പറഞ്ഞു. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുന്നത് പോലും താല്പര്യം ഇല്ലാതിരുന്ന 2 പേരും കൈ പരസ്പരം തട്ടി മാറ്റുകയായിരുന്നു. ഒടുവിൽ ചിപ്പിയുടെ നിർബന്ധത്തിന് അവർ 2 പേരും ഒന്നിച്ച് ചിപ്പിയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. ആ ഗ്യാപ്പ് നോക്കി ചിപ്പി പതുക്കെ അച്ഛൻ്റെ അടുത്തേക്ക് മാറിക്കിടക്കുകയാണ്. എന്നാൽ ഇതറിയാതെ മഹേഷും ഇഷിതയും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. ചിപ്പി രാവിലെ എണീറ്റപ്പോൾ കണ്ടത് പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന മഹേഷിനെയും ഇഷിതയെയുമാണ്. അവൾ അവരെ ഉണർത്താതെ അടുക്കളയിൽ പോയി അവർക്കുള്ള കോഫി എടുത്ത് കൊണ്ടുവരികയും പതിയെ അവരെ വിളിച്ച് ഉണർത്തുകയും ചെയ്തു. ഉറക്കത്തിൽ ഓർമ്മയില്ലാതെ കെട്ടിപ്പിടിച്ച് കിടക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്ത അവരെ ചിപ്പി കളിയാക്കി. താൻ അമ്മയും അച്ഛനും കെട്ടിപ്പിടിച്ച് കിടക്കുകയാണെന്ന കാര്യം വീട്ടിൽ എല്ലാവരോടും പറഞ്ഞെന്നും അവൾ മഹേഷിനോടും ഇഷിതയോടും പറഞ്ഞു. അതും കൂടി കേട്ടപ്പോൾ അവർ 2 പേരും ശരിക്കും ചമ്മി. ചമ്മലില്ലാതെ വേഗം റെഡി ആവാനും ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോകാമെന്നും ചിപ്പി അവരോട് പറഞ്ഞു. അതേസമയം വിനോദിന്റെ ജാതകം കിട്ടാൻ എന്താണ് വഴിയെന്ന് ആലോചിക്കുകയാണ് പ്രിയാമണി. സുജിയുടെ ജാതകം അതുമായി ചേരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണ്ടേ കല്യാണം നടത്താൻ എന്ന് പ്രിയാമണി മാഷിനോട് പറയുകയാണ്. പക്ഷേ സ്വപ്നവല്ലിയുടെ ഫ്ലാറ്റിൽ പോയി ജാതകം ചോദിക്കാൻ തനിക്ക് വയ്യെന്നും വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്നും പ്രിയാമണി കൂട്ടിച്ചേർക്കുന്നു. വിനോദും സുജിയും തമ്മിൽ ഒന്നു ചേരുന്നതിൽ തനിക്ക് എതിർപ്പൊന്നും ഇല്ലെന്നും എല്ലാം സമയത്ത് നടക്കുമെന്നും പ്രിയാമണി പറയുന്നിടത്ത് വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വിവിധ പരമ്പരകളിലൂടെയായി പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയവരാണ് റെയ്ജൻ രാജനും മൃദുല വിജയും. ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇഷ്ടം മാത്രം എന്ന പരമ്പരയിൽ ഇരുവരും ഒന്നിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കല്യാണപൂരമാണ് ഇഷ്ടം മാത്രം സീരിയൽ നടക്കുന്നത്. ഒന്നും വിടാതെ താരങ്ങൾ ആരാധകരിലേക്ക് സീരിയൽ വിശേഷങ്ങളെല്ലാം എത്തിക്കാറുണ്ടായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ മഹേഷും ഇഷിതയും വിവാഹിതരാകുന്നു എന്ന ക്യാപ്ഷനോട് കൂടിയായിരുന്നു അന്ന് അത് പുറത്തുവിട്ടിരുന്നത്. ആ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു. റെയ്ജൻ പങ്കുവച്ച ചിത്രങ്ങൾ നിമിഷനേരം കൊണ്ടാണ് വൈറലായി മാറിയിരുന്നത്. വീണ്ടും ഇവരെ കല്യാണവേഷത്തിൽ കണ്ടതിൽ ചെറിയ സംശയം തോന്നിയെങ്കിലും ക്യാപ്ഷൻ അത് മാറ്റുന്ന തരത്തിലായിരുന്നു. വിവാഹ ഷൂട്ടിലെ വിശേഷങ്ങൾ റെയ്ജൻ ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. മഹേഷ് വേർഡ്സ് ഇഷിത എന്ന ടൈറ്റിലോടെയായിരുന്നു ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നത്. കാര്യം വ്യക്തമാക്കുന്ന ക്യാപ്ഷൻ നൽകിയത് തന്നെയായിരുന്നു ആരാധകർ. നന്നായതെന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. യഥാർത്ഥ ജീവിതത്തിലെ കല്യാണത്തിന് ഉപയോഗിച്ച വസ്ത്രങ്ങളായിരുന്നു ഇരുവരും സ്ക്രീനിലെ കല്യാണത്തിനും അണിഞ്ഞത്. വിവാഹവേഷത്തിലുള്ള ഇരുവരുടെയും ചിത്രങ്ങൾ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മൃദുലയും ഇൻസ്റ്റഗ്രാമിലൂടെയായി മൃദുല മഹേഷ് ഇഷിത വിവാഹത്തെക്കുറിച്ച് വാചാലനായിരുന്നു. എൻ്റെ മാരേജ് ലുക്ക് റീക്രിയേറ്റ് ചെയ്തുവെന്നായിരുന്നു താരം പറഞ്ഞത്. ആത്മസഖി എന്ന സീരിയലിലൂടെയായിരുന്നു റെയ്ജൻ ശ്രദ്ധിക്കപ്പെടുന്നത്. സത്യജിത്ത് IPSന് ഗംഭീര പിന്തുണയായിരുന്നു പ്രേക്ഷകർ നൽകിയത്. ഇടയ്ക്ക് ബിഗ് സ്ക്രീനിലും റെയ്ജന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കാനും ആഗ്രഹമുണ്ടെന്ന് നേരത്തെ തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. യൂട്യൂബ് ചാനലിലൂടെയായി പേഴ്സണൽ ലൈഫിലെ വിശേഷങ്ങളും പങ്കിടാറുണ്ട് റെയ്ജൻ. പ്രണയവിവാഹത്തെക്കുറിച്ചും വിവാഹശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുമെല്ലാം അദ്ദേഹം വാചാലനാവാറുണ്ട്. റെയ്ജന്റെ ഭാര്യയും പ്രേക്ഷകർക്ക് പരിചിതയാണ്.